കൂട്ടുകാർക്കെല്ലാം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിക്ക പരീക്ഷകൾക്ക് മിക്ക PSC എക്സാമിനേഷനുമുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ടെന്ന് അറിയാം അല്ലേ? എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടറിൻ്റെ തൊട്ടറിയാനും കാണാനും സാധിക്കുന്ന ഭൗതിക ഭാഗങ്ങളെ, ഫിസിക്കൽ കോമ്പണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിന് ഉദാഹരണമാണ് കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഹാർഡ്വെയറുകളുണ്ട്. എത്ര തരത്തിലുള്ള ഹാർഡ്വെയറുകളുണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റേണൽ ഹാർഡ്വെയറും എക്സ്റ്റേണൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ പെരിഫറൽ ഹാർഡ്വെയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ആന്തരിക ഹാർഡ്വെയർ കമ്പ്യൂട്ടറിന്റെ കേസിനുള്ളിലുള്ളവയാണ് ആന്തരിക ഹാർഡ്വെയറും, പുറമേ കണക്ട് ചെയ്യുന്ന പെരിഫറൽ ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? ബാഹ്യ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്റേണൽ ഹാർഡ്വെയർ എന്താണ്? അതിന് ഉദാഹരണം എക്സാമിന് ചോദിക്കും. കമ്പ്യൂട്ടറിന്റെ പ്രധാന ബോക്സിനുള്ളിൽ കാണപ്പെടുന്നവയാണ്, അതായത് CPU ക്യാബിനറ്റിനുള്ളിൽ കാണപ്പെടുന്നതാണ് എന്താണ്? ആന്തരിക ഇന്റേണൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മദർ ബോർഡ്, CPU ക്യാബിനറ്റിനുള്ളിൽ കാണപ്പെടുന്നതാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് അല്ലേ? കമ്പ്യൂട്ടറിന്റെ പ്രധാന സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. നിങ്ങൾക്കറിയാം, മറ്റെല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? മദർ ബോർഡിലാണ് മറ്റെല്ലാ ഘടകങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്നറിയാം. അതുപോലെ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, വിവരങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ താത്കാലികമായി സൂക്ഷിക്കുന്ന മെമ്മറിയാണ് RAM എന്ന റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സ്റ്റോറേജ് ഡ്രൈവുകൾ, ഹാർഡ് ഡിസ്ക് അല്ലേ? HDD SDD ഡ്രൈവുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? ഫയലുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സംഭരണ കേന്ദ്രങ്ങളാണ് SSDയും HDD ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GPU, ഇന്റേണൽ ഹാർഡ്വെയറിന് ഉദാഹരണമാണ് GPU. എന്താണ്? ഗ്രാഫിക്സ് കാർഡാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചിത്രങ്ങളും വീഡിയോകളും ഗെയിമുകളും മികച്ച രീതിയിൽ നമുക്ക് ദൃശ്യമാക്കി തരാറുണ്ട്. അതിന് സഹായിക്കുന്നത് ഈ ഗ്രാഫിക്സ് കാർഡാണ്. അതുപോലെ തന്നെ PSU, പവർ സപ്ലൈ യൂണിറ്റ് കേട്ടിട്ടില്ലേ? കമ്പ്യൂട്ടറിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വൈദ്യുതി നൽകുന്ന ഇന്റേണൽ ഹാർഡ്വെയറിന്റെ ഭാഗമാണ് പവർ സപ്ലൈ യൂണിറ്റ് എന്ന PSU. ഇനി ബാഹ്യ ഹാർഡ്വെയർ, എക്സ്റ്റേണൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസ്. നമുക്കറിയാം ഇൻപുട്ട് ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങളെല്ലാം പെരിഫറൽ ഡിവൈസിന് ഉദാഹരണമാണ്. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ്വെയറിന് ഉദാഹരണമാണ് കീബോർഡ്, മൗസ്, സ്കാനർ, വെബ് ക്യാം. ഇവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇവയൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ഹാർഡ്വെയറിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ, പ്രോസസ്സ് ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന മോണിറ്റർ അല്ലേ? അതുപോലെ തന്നെ ഡിസ്പ്ലേ, മോണിറ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേ, പ്രിന്റർ, സ്പീക്കർ, ഇവയൊക്കെ ഔട്ട്പുട്ട് ഉപകരണങ്ങളുമാണ്. ഇവ എക്സ്റ്റേണൽ ഹാർഡ്വെയറിന് ഉദാഹരണമാണ്. എന്താണ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ എന്നും ഇന്റേണൽ ഹാർഡ്വെയർ എന്നും ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പഠിച്ചു. കോർ കമ്പോണൻസും അറിഞ്ഞിരിക്കണം. നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം അറിയാം. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം. കമ്പ്യൂട്ടറിന്റെ എക്സാമിന് അങ്ങനെ ചോദിക്കാം. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. CPUന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CU എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാനേജറാണ് ഈ കൺട്രോൾ യൂണിറ്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ഓർത്തിരിക്കണം, ഈ കൺട്രോൾ യൂണിറ്റ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല,
പകരം എന്താ ചെയ്യുന്നത്? എന്താ കൂട്ടുകാരെ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന്റെ മറ്റെല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന CPU-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് CU എന്ന കൺട്രോൾ യൂണിറ്റ്. എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിന്റെ ചുമതലകളും അറിഞ്ഞിരിക്കണം. ഒന്ന് നമുക്കറിയാം, നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നത്. ഫെച്ച് ചെയ്യാറുണ്ട് അല്ലെ? മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാം നിർദ്ദേശങ്ങൾ ഓരോന്നായി കൺട്രോൾ യൂണിറ്റ് കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ അവയെ ഡീകോഡ്, അർത്ഥം മനസ്സിലാക്കൽ, അത് കൺട്രോൾ യൂണിറ്റിന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, അതായത് കൂട്ടണോ കുറയ്ക്കണോ മാറ്റണോ എന്നൊക്കെ വിശകലനം ചെയ്യുന്നത് ആരാണ്? ഓർത്തിരിക്കണം, കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫ്ലോ, അതായത് നിയന്ത്രണം, ഡേറ്റ എങ്ങോട്ടാണ് പോകേണ്ടത്. കമ്പ്യൂട്ടറിന്റെ മറ്റു ഭാഗങ്ങൾ, ഉദാഹരണമായിട്ട് അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റിലോ മെമ്മറി യൂണിറ്റിലോ ഒക്കെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? സിഗ്നലുകൾ നൽകുന്നു. എങ്ങോട്ടാണ് നിയന്ത്രണം എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ അല്ലേ, ഡയറക്റ്റ് ഫ്ലോ എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ സിഗ്നൽ അയക്കാൻ കൺട്രോൾ സിഗ്നൽസ്, ഔട്ട്പുട്ട് ഇൻപുട്ട് ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ആരാണ്? ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡേറ്റ നേരിട്ട് പ്രോസസ്സ് ചെയ്യുകയോ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് അരിത്തമെറ്റിക്കൽ ലോജിക് യൂണിറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? കൂട്ടുകാർക്കറിയാം, കമ്പ്യൂട്ടറിലെ എല്ലാത്തരം കണക്കുകൂട്ടൽ, അതിപ്പോൾ അഡിഷൻ ആയിക്കോട്ടെ, സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ലോജിക്കലായിട്ടുള്ള അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്നാണല്ലോ പൂർണ്ണരൂപം. ലോജിക്കൽ എന്ന് പറയുമ്പം വലുതാണ് അല്ലെ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇത് ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നത് എവിടെയാണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലാണ് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ യൂണിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ALU. കമ്പ്യൂട്ടറിലെ യഥാർത്ഥ കണക്ക് കൂട്ടലുകളും തീരുമാനങ്ങളും ഒക്കെ നടക്കുന്നത് ഇത് ഭാഗത്താണ്, ALU-നാണ്. നമുക്കറിയാം ALU പ്രധാനമായിട്ടും ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? മെയിനായിട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും രണ്ടാമത് വരുന്ന ലോജിക്കൽ ഓപ്പറേഷൻസും ആണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഗണിതക്രിയകളാണ്. കൂട്ടൽ, അഡിഷൻ, സബ്ട്രാക്ഷൻ, കുറയ്ക്കൽ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കൽ, അതുപോലെ ഡിവിഷൻ, ഹരിക്കൽ. ഇനി ലോജിക്കൽ ഓപ്പറേഷൻസ് നമുക്കറിയാം, രണ്ട് ഡേറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അതായത് തുല്യമാണോ എന്ന് നോക്കാം, ഈക്വൽ ടു, അതേപോലെ ഗ്രേറ്റർ ദാൻ വലുതാണോ എന്ന് നോക്കാം, അതുപോലെ ലെസ് ദാൻ ചെറുതാണോ, അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം ആൻഡ്, അതേപോലെ ഓർ, നോട്ട്, ഇതൊക്കെ എന്താണ്? ലോജിക്കൽ പ്രക്രിയകളുടെ ലോജിക്കൽ ക്രിയകളാണ്. ഇവയൊക്കെ നടപ്പിലാക്കുന്ന ആരാണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് കൊടുക്കാറുണ്ട് അല്ലേ? 5+3 എന്ന് നമ്മൾ കൊടുത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിർദ്ദേശം സ്വീകരിക്കുകയും, കൺട്രോൾ യൂണിറ്റ് ആണ് നിർദ്ദേശം സ്വീകരിക്കുന്നത്, ഡയറക്റ്റ് ALU-ലേക്ക് പോവുകയല്ല, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് പോവുകയല്ല. ALU എന്ത് ചെയ്യും? ALU-ലേക്ക് എത്തുന്നത് കൺട്രോൾ യൂണിറ്റ് വഴിയാണ്. കൺട്രോൾ യൂണിറ്റ് ഈ നിർദ്ദേശം സ്വീകരിച്ച് ALU-ലേക്ക് അയക്കുകയും ALU ഇത് കൂട്ടിയിട്ടാണ് 5, 3, 8 എന്നുള്ള ഉത്തരം നമുക്ക് നൽകുന്നത്. ഓക്കെ അല്ലേ? കേട്ടിട്ടില്ലേ? ഇനി നമുക്ക് മെമ്മറി യൂണിറ്റ്. എന്താണ് മെമ്മറി യൂണിറ്റ്? പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റയും നിർദ്ദേശങ്ങളും താത്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഇത് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റയും നിർദ്ദേശങ്ങളും താത്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗമാണ്. അതായത് കമ്പ്യൂട്ടറിൽ വിവരങ്ങളും ഡേറ്റ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളും താത്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കുന്ന CPU-ന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി യൂണിറ്റ് ആണ്. നമുക്കറിയാം പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ മെമ്മറിയെ തരം തിരിച്ചിട്ടുണ്ടെന്നറിയാം. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടാറുണ്ട്. അതായത് കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU-ന് നേരിട്ട് വേഗത്തിൽ വിവരങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU-ന് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് തന്നെ വേഗത്തിൽ വിവരങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന മെമ്മറിയാണ്
പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം നിങ്ങൾക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി അല്ലേ, റാം എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ ഈ റാം എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ താത്കാലികമായിട്ടാണ് റാം സൂക്ഷിക്കുന്നത്. നമുക്കറിയാം റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ വിവരങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ തന്നെ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിപ്പെട്ട മറ്റൊന്നാണ് റീഡ് ഒൺലി മെമ്മറി, റോം എന്ന് പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ, അതായത് ബൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ സ്ഥിരമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്ന മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയിൽ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ റോമിലാണ്. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ എന്ത് ചെയ്യില്ല, റോമിലെ വിവരങ്ങൾ നഷ്ടപ്പെടില്ല എന്നറിയാം. റീഡ് ഒൺലി മെമ്മറിയിലെ വിവരങ്ങൾ നഷ്ടപ്പെടില്ല എന്നറിയാം. അതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നമുക്ക് സെക്കൻഡറി മെമ്മറി അതല്ലെങ്കിൽ സ്റ്റോറേജ് മെമ്മറി എന്നൊക്കെ പറയും. നമുക്കറിയാം, നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് സെക്കൻഡറി മെമ്മറി അഥവാ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഇതിലെ വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ ഫയലുകളൊക്കെ സുരക്ഷിതമായിരിക്കും. അതിന് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD അല്ലേ. അതേപോലെ SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്ക് HDDയുടെ ഫുൾ ഫോമാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, SSDയുടെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വലിയ ഫയലുകളും ഒക്കെ സൂക്ഷിക്കുന്ന HDDയിലോ SSDയിലോ ഒക്കെ ആണല്ലേ. മറ്റുപകരണങ്ങൾ ഏതൊക്കെയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, പെൻ ഡ്രൈവ് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ മെമ്മറി കാർഡ്, ഇവയൊക്കെയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രജിസ്റ്റേഴ്സ്, CPUന്റെ രജിസ്റ്റർ കേട്ടിട്ടുണ്ടാവും. CPUനുള്ളിൽ തന്നെയുള്ള ഏറ്റവും വേഗതയേറിയ ചെറിയ മെമ്മറി, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനുള്ളിൽ തന്നെയുള്ള ഏറ്റവും വേഗതയേറിയ ചെറിയ മെമ്മറി അറകളെയാണ് എന്ത് പറയുന്നത്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ALU കണക്ക് കൂട്ടുമെന്ന് പറഞ്ഞു അല്ലെ. അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് കണക്ക് കൂട്ടുമ്പോഴും അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോൾ താത്കാലികമായിട്ട് ഡേറ്റ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഏറ്റവും വേഗതയേറിയ CPUനുള്ളിൽ കാണുന്ന ചെറിയ മെമ്മറി അറയായ രജിസ്റ്ററിലാണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മദർ ബോർഡിനെ കുറിച്ച് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്കറിയാം. ഉപയോക്താവിൽ നിന്ന് അല്ലെങ്കിൽ ഉപഭോക്താവിൽ നിന്ന് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് നൽകാൻ ഇൻപുട്ടും പ്രോസസ് ചെയ്ത ഫലങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ ഔട്ട്പുട്ടും ഉപകരണങ്ങളും സഹായിക്കുന്നു. നിങ്ങൾക്കറിയാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളൊക്കെ എന്താണെന്നും ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ മദർ ബോർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. സർക്യൂട്ട് ബോർഡ് അല്ലേ, നമ്മുടെ ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ അതിന് സർക്യൂട്ട് ബോർഡ് ഉണ്ടാവും. അപ്പം മെയിൻ PCB എന്ന് പറയും. കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ ബോർഡാണ്. നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ റാം, ഹാർഡ് ഡിസ്ക് തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഘടകങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? ഈ മദർ ബോർഡിലൂടെയാണ്. ഈ മദർ ബോർഡിലൂടെയാണ് ഘടകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഡാറ്റയും വൈദ്യുതിയും ഒക്കെ കൈമാറുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കണക്ടിങ് ഹബ്ബ്, കമ്പ്യൂട്ടറിന്റെ കണക്ടിങ് ഹബ്ബ് എന്ന് പറയുന്നത് മദർ ബോർഡാണ്. ഓക്കെ, അപ്പോൾ CPU, റാം, ഹാർഡ് ഡിസ്ക്, ഗ്രാഫിക്സ് കാർഡ് തുടങ്ങിയ എല്ലാ പ്രധാന ഘടകങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു തറവാട് അഥവാ കണക്ടിങ് ഹബ്ബ് എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്, മദർ ബോർഡിനെ അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ ബാക്കി ഭാഗങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഉപകരണമാണ്, പാർട്ടാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിലെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം CPU സോക്കറ്റ് കേട്ടിട്ടുണ്ടാവും. സോക്കറ്റ്സും സ്ലോട്ട്സും ആണ് മെയിനായിട്ട് മദർ ബോർഡിലുള്ളത്. അതിലൊന്നാമത്തത് CPU സോക്കറ്റ്. കമ്പ്യൂട്ടറിന്റെ പ്രോസസർ ഘടിപ്പിക്കുന്ന ഭാഗം, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഘടിപ്പിക്കുന്ന ഭാഗമാണ് CPU സോക്കറ്റ് എന്ന് പറയുന്ന മദർ ബോർഡിന്റെ പാർട്ട്. ഇനി അതുപോലെ തന്നെ റാം സ്ലോട്ടുകൾ കേട്ടിട്ടില്ലേ? റാം സ്ലോട്ട്സ് അല്ലെങ്കിൽ DIMM എന്ന് പറയും. നമ്മുടെ താത്കാലിക മെമ്മറിയായ റാം കാർഡുകൾ സ്ഥാപിക്കുന്നത് ഈ സ്ലോട്ടുകളിലാണ്, മദർ ബോർഡിന്റെ സ്ലോട്ടുകളിലാണ്.
അതുപോലെ തന്നെ PCIe സ്ലോട്ടുകൾ കേട്ടിട്ടുണ്ടോ? PCIe സ്ലോട്ടുകൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്, അതുപോലെ സൗണ്ട് കാർഡ് എന്നിവയൊക്കെ അധികമായി ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മദർ ബോർഡിന്റെ ഭാഗമാണ് PCIe സ്ലോട്ടുകൾ. മനസ്സിലായല്ലോ ഏതൊക്കെയാണ്? CPU സോക്കറ്റ് എന്താണ്, RAM സ്ലോട്ട് എന്താണ്, PCIe സ്ലോട്ടുകൾ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതുപോലെ തന്നെ മദർ ബോർഡിന്റെ ഭാഗമായിട്ടുള്ള കണക്ടേഴ്സ് ഉണ്ട്, സ്റ്റോറേജ് ഓർ പവർ കണക്ടറുകളുണ്ട്. അതിൽ സാറ്റ പോർട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാർഡ് ഡിസ്കും SSDയും മദർ ബോർഡുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ് സാറ്റ പോർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? HDDയും SSDയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ATX പവർ കണക്ടർ കേട്ടിട്ടുണ്ടാവും. പവർ സപ്ലൈയിൽ PSU ഉണ്ടല്ലോ, പവർ സപ്ലൈ യൂണിറ്റ്. ആ PSUവിൽ നിന്ന് മദർ ബോർഡിന് ആവശ്യമായ വൈദ്യുതി നൽകുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ATX പവർ കണക്ടറാണ്. ATX പവർ കണക്ടർ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ചിപ്സെറ്റും ബയോസും. പ്രോസസ്സറും മറ്റ് ഭാഗങ്ങളും തമ്മിലുള്ള ഡേറ്റ കൈമാറ്റം നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗമാണ് ചിപ്സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിപ്പ് എന്ന് പറയുന്നത്. എന്താണ്? പ്രോസസ്സറും മറ്റ് ഭാഗങ്ങളും തമ്മിലുള്ള ഡേറ്റ കൈമാറ്റം നിയന്ത്രിക്കുന്ന പ്രധാന ചിപ്പ്. അതേപോലെ ബയോസ് അല്ലെങ്കിൽ UEFI എന്ന് പറയും. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം പരിശോധിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചിപ്പാണ് ഈ ബയോസ് ചിപ്പ് അല്ലെങ്കിൽ UEFI. അതുപോലെ എക്സ്റ്റേണൽ പോർട്ടുകൾ ഉണ്ടല്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. കമ്പ്യൂട്ടറിന്റെ പിറകിൽ കാണുന്ന USB പോർട്ടുകൾ നമ്മൾ പെൻഡ്രൈവ് ഒക്കെ അതിൽ കണക്ട് ചെയ്യാറുണ്ട്. ഓഡിയോ ജാക്കുകൾ, HDMI പോർട്ട്, LAN പോർട്ട് എന്നിവയെല്ലാം ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മദർ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് പ്രധാനപ്പെട്ട സ്ലോട്ടുകളും സോക്കറ്റ്സ് ഉണ്ട്, അതേപോലെ സ്റ്റോറേജ് ആൻഡ് പവർ കണക്ടേഴ്സ് ഉണ്ട്, ചിപ്സെറ്റും ബയോസും ഉണ്ട്, എക്സ്റ്റേണൽ പോർട്ടുകളും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് PCs ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് PCs നമുക്കറിയാം. അതിലൊന്നാമത്തെ ഡെസ്ക് ടോപ്പ് അല്ലേ, ഒരിടത്ത് ഉറപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഓഫീസുകളിലൊക്കെ മിക്കതും നമ്മൾ ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വലുതാണ്, വിലക്കുറവും പെർഫോമൻസും ഒക്കെ ഡെസ്ക്ടോപ്പിന് കൂടുതലാണ്. ഇത് പ്രധാനമായിട്ടും ഓഫീസുകൾ, സ്കൂളുകൾ, വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു മേശപ്പുറത്ത് സ്ഥിരമായി വെച്ച് ഉപയോഗിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ലാപ്ടോപ്പുകളെ പോലെ എടുത്തുകൊണ്ട് എളുപ്പത്തിൽ ഇവയെ നടക്കാനൊന്നും സാധിക്കില്ല അല്ലേ? എന്നാൽ ഇവയുടെ പ്രത്യേകത കൂടുതൽ കരുത്തും ദീർഘകാലം നിലനിൽക്കുന്ന പ്രവർത്തനക്ഷമതയൊക്കെ ആര് നൽകുന്നുണ്ട്? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്നുണ്ട്. ഒരു സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? ഒന്ന് CPU ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം യൂണിറ്റ് ഓർ ടവർ എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് പ്രധാന ഭാഗം അല്ലെ. ഇതിനുള്ളിലാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത മദർ ബോർഡ്, CPU, RAM, ഹാർഡ് ഡിസ്ക്, SSD, പവർ സപ്ലൈ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഉള്ളതൊന്ന് മോണിറ്റർ ഓർ ഡിസ്പ്ലേ ആണല്ലേ. കമ്പ്യൂട്ടറിലെ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് കാണിച്ചിരുന്ന പ്രധാന ഔട്ട്പുട്ട് സ്ക്രീനാണ് മോണിറ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേ. അതേപോലെ ഇൻപുട്ട് ഉപകരണങ്ങൾ ഡെസ്ക്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കീബോർഡും മൗസും ഒക്കെ. അതുപോലെ പെരിഫറൽ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുള്ള UPS കണക്ട് ചെയ്യാറുണ്ട്, അതുപോലെ സ്പീക്കർ കണക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ പ്രിന്റർ, വെബ് ക്യാം ഇവയൊക്കെ എന്താണ്? അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് UPSന്റെ പൂർണ്ണരൂപം. അതായത് കറണ്ട് പോയാലും കുറേ നേരത്തേക്ക്, കുറേ ടൈമിലേക്ക് കമ്പ്യൂട്ടർ ഓഫ് ആകാതിരിക്കാൻ സഹായിക്കുന്നതാണ് UPS എന്ന് പറയുന്നത്. ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ പ്രധാന നേട്ടങ്ങൾ എന്താണ്? നമുക്കറിയാം, ആവശ്യമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ. റാമും ഗ്രാഫിക്സ് കാർഡും അതല്ലെങ്കിൽ സ്റ്റോറേജ് ഒക്കെ നമുക്ക് ഭാവിയിൽ എളുപ്പത്തിൽ മാറ്റി പുതിയത് വെക്കാൻ പറ്റും. കൂടുതൽ കരുത്ത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഒരേ വിലയിലുള്ള ലാപ്ടോപ്പുകളേക്കാൾ മികച്ച വേഗതയും പ്രകടനവും നമുക്കറിയാം, ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ഡെസ്ക്ടോപ്പിനുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, ഡെസ്ക്ടോപ്പ് കുറഞ്ഞ ചെലവിൽ നമുക്ക് വാങ്ങാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. അതും പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഒക്കെ. ഈ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന തരത്തിൽ, അതായത് പോർട്ടബിൾ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചെറുതും ഭാരം കുറഞ്ഞതുമായ കമ്പ്യൂട്ടറുകളാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഇത് റീചാർജ് ചെയ്യുന്ന ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ ഡയറക്റ്റ് പവർ സപ്ലൈയിൽ കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ്? ഒന്ന് ബിസിനസ് യാത്രക്കാർ, വിദ്യാർത്ഥികൾ, സോഫ്റ്റ്വെയർ ജീവനക്കാരൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ പ്രധാന കോമ്പണൻസ്
ഒന്ന് ഡിസ്പ്ലേ. സാധാരണയായി നമുക്കറിയാം 13 ഇഞ്ച് മുതൽ 17 ഇഞ്ച് വരെയുള്ള LED സ്ക്രീനുകളാണ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ കീബോർഡും ടച്ച് പാഡും ഒക്കെ ഉണ്ട്. ഡെസ്ക്ടോപ്പിലെ മൗസിന് പകരമായിട്ട് വിരലുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ടച്ച് പാഡ് കീബോർഡിന്റെ ഭാഗമായിട്ടുണ്ടല്ലേ. അതുപോലെ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി, ഇൻബിൽറ്റ് വെബ് ക്യാമും സ്പീക്കറും ഒക്കെ എവിടെയുണ്ട്? ലാപ്ടോപ്പിലുണ്ട്. ലാപ്ടോപ്പുകളുടെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി. നമുക്കറിയാം, യാത്രകളിലോ ഓഫീസിലോ കോളേജിലോ എവിടെ വേണമെങ്കിലും ബാഗിലിട്ട് കൊണ്ടുപോകാം. വൈദ്യുതി ലാഭം, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ കുറഞ്ഞ വൈദ്യുതി മാത്രമേ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമുള്ളൂ എന്നറിയാം. വലിയ മേശകളോ വേറുകളോ ഒന്നും ഇതിന് ആവശ്യമില്ല. സ്ഥല ലാഭം ഉണ്ടല്ലേ, ചെറിയൊരു സ്ഥലത്ത് വെച്ചും ഉപയോഗിക്കാം. എന്നാൽ ഇതിന് കുറേയധികം പരിമിതികളുണ്ട്. ഒന്നാമത്, അപ്ഗ്രേഡ് ചെയ്യാൻ ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡെസ്ക്ടോപ്പുകളെ പോലെ ഇതിന്റെ പ്രോസസ്സറോ ഗ്രാഫിക്സ് കാർഡോ ഒന്നും മാറ്റാനായിട്ട് കഴിയില്ല. അതായത് റാം, സ്റ്റോറേജ് എന്നിവ ചില മോഡലുകളിൽ മാറ്റാൻ പറ്റും. റാമും സ്റ്റോറേജ് എന്നിവ വില കൂടുതലുമാണ്. ഒരേ പെർഫോമൻസ് തരുന്ന ഡെസ്ക്ടോപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാപ്ടോപ്പുകൾക്ക് വില കൂടുതലുമായിരിക്കും. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി പേഴ്സണൽ കമ്പ്യൂട്ടറിന് മറ്റൊരു ഉദാഹരണമാണ് നോട്ട്ബുക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോട്ട്ബുക്ക്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം, പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏത് തന്നിട്ട്. അപ്പൊ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോടെ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ കൂട്ടുകാര്? ലാപ്ടോപ്പിനേക്കാൾ വലിപ്പവും ഭാരവും കുറഞ്ഞതാണ് ഈ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ. അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എളുപ്പത്തിൽ കൊണ്ടു നടക്കുക, ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് സാധാരണ ലാപ്ടോപ്പുകളെക്കാൾ വളരെ നേർത്തതും തിന്നായിട്ടുള്ളതും ഭാരം കുറഞ്ഞതുമായ, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതുമായ ലാപ്ടോപ്പുകളെ പറയുന്ന പേരാണ് നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ. നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ നോട്ട്ബുക്കിന്റെ ഒക്കെ അത്രയും വലിപ്പവും കനവും ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ എന്ന പേര് തന്നെ വന്നത്. നമുക്കറിയാം, യാത്രകളിലെ ലളിതമായ ഓഫീസ് ജോലികളിലും വായനയ്ക്കൊക്കെ ഈ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. ഇതും പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ്. ഈ നോട്ട്ബുക്ക് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ. അൾട്രാ പോർട്ടബിൾ ആണ്. ഭാരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സാധാരണ 1 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെയാണ് ഒരു നോട്ട്ബുക്കിന്റെ ഭാരം വരുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് മികച്ചതാണ്. അതുപോലെ തന്നെ മികച്ച ബാറ്ററി ലൈഫും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ ഡിസൈൻ എന്ന് പറയുന്നത് കനം കുറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതുമൊക്കെ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി കേട്ടിട്ടുണ്ടോ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്, PDA കേട്ടിട്ടുണ്ടോ? ഇതും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് ഉദാഹരണമാണ്. അതായത് നമ്മുടെ കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന ചെറിയ കമ്പ്യൂട്ടറുകൾ. ഇപ്പോൾ സ്മാർട്ട് ഫോണുകളാണ് നമുക്ക് ഈ PDAക്ക് പകരം ഉപയോഗിക്കുന്നത് അല്ലേ. സ്മാർട്ട് ഫോണുകളൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് 1990കളിലും 2000-ത്തിലൊക്കെ തുടക്കത്തിലൊക്കെ ആളുകൾ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഏത്? പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. ഇതിനെ പാം ടോപ്പ് കമ്പ്യൂട്ടർ എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ് പാം ടോപ്പ് കമ്പ്യൂട്ടർ? അപ്പോൾ ഈ PDAയുടെ സവിശേഷതകൾ, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റിന്റെ സവിശേഷതകൾ ഒന്ന് നമുക്ക് പ്രധാന ഉപയോഗമാണ് കലണ്ടറോ അപ്പോയിന്റ്മെന്റോ. നമ്മുടെ ദിവസേനയുള്ള മീറ്റിങ്ങുകളും ജോലികളൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇത് സഹായിക്കാറുണ്ട്. അതേപോലെ അഡ്രസ് ബുക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്, വിലാസ പുസ്തകമായിട്ട്, ഫോൺ നമ്പരും വിലാസം. അല്ല, നോട്ടുകൾ തയ്യാറാക്കാൻ, പെട്ടെന്ന് എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാമായിരുന്നു? ഈ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലളിതമായ കാൽക്കുലേറ്റർ സംവിധാനമൊക്കെ ഈ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ടച്ച് സ്ക്രീനും സ്റ്റൈലസും. എന്താണ്? വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റൈലസ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പേനയുണ്ട് PDAയിൽ ഉപയോഗിച്ചോ ആണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി. പിൽക്കാലത്ത് വന്ന PDA മോഡലുകളിൽ വൈഫൈ, ബ്ലൂടൂത്ത് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റാ സംഭരണത്തിനായി ചെറിയ മെമ്മറി കാർഡുകളൊക്കെ ഈ PDAയിൽ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് അന്നത്തെ കാലത്ത് പഴയകാല PDA ഉപകരണങ്ങളുടെ പാം OS, വിൻഡോസ് മൊബൈലൊക്കെ PDA പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. നമുക്കറിയാം, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. അതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ നിർമ്മിക്കുന്നവയാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നാമത് ATM,
അതേപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ ഒരു പ്രത്യേക ജോലികളാണ്. ഇത് ഉപയോഗിക്കുന്നത്, ഈ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ബാങ്കിങ് മേഖലയിലും കാലാവസ്ഥാ വ്യതിയാനം അളക്കാനും ഫാക്ടറികളുടെ ഓട്ടോമേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഇതിനെയൊക്കെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതിലൊക്കെ പലതരം ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ അത് പറ്റില്ല. ഈ സ്പെഷ്യൽ ATM പോയി വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്നുകിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ബാലൻസ് ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം, അല്ലേ, വിഡ്രോ ചെയ്യാം. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ചില മെഷീൻസ് വഴി എന്ത് ചെയ്യാം, അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് പാസ്ബുക്ക് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവയിലെ ഈ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിൽ പ്രോഗ്രാമുകൾ സ്ഥിരമായി ചിപ്പുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എംബഡഡ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ATM ഒരു എംബഡഡ് സിസ്റ്റമാണ്. അതിനകത്ത് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ കാണപ്പെടുന്നത് പണം പിൻവലിക്കാനും ബാങ്ക് ഇടപാടുകൾ നടത്താനും മാത്രമായി നിർമ്മിച്ചതാണ് ATM, അല്ലേ. അതുപോലെ ട്രാഫിക് ലൈറ്റ് കൺട്രോൾ, റോഡിലെ സിഗ്നലുകൾ കൃത്യമായ സമയക്രമത്തിൽ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ട്രാഫിക് കൺട്രോൾ സിസ്റ്റം സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ എംബഡഡ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ്, നിങ്ങൾക്കറിയാം, ഗൃഹോപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ, അതിൻ്റെ കഴുകുന്ന സമയമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. മൈക്രോവേവ് ഓവൻ, ഡിജിറ്റൽ ക്യാമറ, ഇവയൊക്കെ ഏതിനുദാഹരണമാണ്? സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാനർ, MRI മെഷീനുകൾ. അതുപോലെ തന്നെ ഗെയിം കൺസോളുകളായിട്ട് ഉപയോഗിക്കുന്ന PlayStation, Xbox, അത് ഗെയിം കളിക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റും, അത് വേറെ എന്തെങ്കിലും ഉപകരണം ഉണ്ടോ? ഇല്ല. അതുപോലെ കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന, കാലാവസ്ഥ പ്രവചിക്കാനും ഭൂകമ്പം അളപ്പിക്കാനും ഉപയോഗിക്കുന്ന പ്രത്യേക സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട്. അതൊക്കെ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, കാര്യക്ഷമതയുള്ളവയായിരിക്കും. ചെയ്യുന്ന ജോലി വളരെ വേഗത്തിൽ കൃത്യതയോട് കൂടി ചെയ്യാൻ സാധിക്കും. റെപ്പറ്റ് ചെയ്ത് വരുന്ന ജോലിയായിരിക്കും, റെപ്പറ്റീഷൻ ഉണ്ടാവും. മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. ഇതിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല. ആവശ്യാനുസരണം വളരെ ചെറിയ ചിപ്പുകൾ മുതൽ വലിയ മെഷീനുകൾ വരെയായിട്ട് ഈ എംബഡഡ് സിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും വലുതുമായ കമ്പ്യൂട്ടറുകളാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് നിർദ്ദേശങ്ങൾ ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. ബഹിരാകാശ ഗവേഷണ മേഖലയിലും കാലാവസ്ഥാ പ്രവചന മേഖലയിലും ന്യൂക്ലിയർ റിസർച്ചിനൊക്കെ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. സാധാരണ കമ്പ്യൂട്ടറുകളെക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വേഗതയും പ്രകടനശേഷിയുമുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ കമ്പ്യൂട്ടറുകളാണ് എന്ത് പറയുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവ ഒരൊറ്റ മുറിയുടെയോ ഹാളിൻ്റെയോ അത്രയൊക്കെ വലിപ്പം ഉണ്ടായിരിക്കും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇതിൽ ആയിരക്കണക്കിന് പ്രോസസ്സറുകൾ ഒരേ സമയം ഒരുമിച്ച് പാരലൽ പ്രോസസ്സിംഗ് എന്ന പ്രവൃത്തിയിലൂടെ ഒരേ സമയം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോപ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോപ്സ് എന്ന യൂണിറ്റിലാണ് MBPS എന്നങ്ങ് എഴുതി വെക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊന്നും എഴുതി വെക്കില്ല. ഫ്ലോപ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്. എന്താണ് ഫ്ലോപ്സ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. വളരെ സങ്കീർണമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നിമിഷങ്ങൾക്കകം നടത്താൻ സഹായിക്കുന്നതാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുമ്പോൾ തന്നെ ചുഴലിക്കാറ്റും കനത്ത മഴ എന്നിവയൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ബഹിരാകാശ ദൗത്യം, ക്വാണ്ടം മെക്കാനിക്സ്, പുതിയ ഡ്രഗ്സ് ഒക്കെ, മെഡിസിൻസ് ഒക്കെ ഡിസ്കവറിക്കൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ് അല്ലേ? വലിയ തോതിലുള്ള AI മോഡലുകളെ AI ട്രെയിനിങ്ങിനൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ആണവായുധങ്ങളുടെ സിമുലേഷനുകൾ സുരക്ഷിതമായി പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്നത് അല്ലെ, പരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിലവിലെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നാമത് വരുന്ന ലൈൻഷൈൻ ആണ്. ചൈനയിലുള്ള ലൈൻഷൈൻ, ചൈനയിലെ ഷെൻഷൻ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടറിംഗ് സെന്ററിലെ നിലവിലുള്ള
ഒന്നാമനായിട്ടുള്ള ലൈൻ ഷെയ്ൻ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിൽ ഒന്നാമതായിട്ടുള്ള. ഇത് സെക്കൻഡിൽ 2.19 എക്സാ ഫ്ലോപ്സ് കണക്ക് കൂട്ടലുകളാണ്. നമ്മൾ പറഞ്ഞു ഫ്ലോപ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കുന്നതെന്ന് പറഞ്ഞ്. എക്സാ ഫ്ലോപ്സിലാണ് ഈ ലൈൻ ഷെയ്ൻ ചൈനയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അതേപോലെ അമേരിക്കയുടെ ക്യാപിറ്റൻ ഉണ്ട്. മുമ്പ് ഇത് 1ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അത് 2ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ തന്നെ ഫ്രണ്ടിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോകത്തിലെ മറ്റൊരു മുൻനിര എക്സാ സ്കെയിൽ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ വഴി രാജ്യത്ത് നിരവധി സൂപ്പർ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നറിയാം. ശക്തി ക്ലൗഡ് ആൻഡ് ഐറാവത് PSAI ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മുൻനിര സൂപ്പർ കമ്പ്യൂട്ടർ സംവിധാനമാണ് ശക്തി ക്ലൗഡ് ആൻഡ് ഐരാവത് PSAI എന്ന് പറയുന്നത്. എക്സാം ചോദിച്ചിട്ടുള്ളതാണ് ശക്തി ക്ലൗഡ് ആൻഡ് ഐരാവത് PSAI. അതേപോലെ പരം സീരീസിലുള്ള ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിലാണ് പരം സീരീസ്. സീഡാക്ക് അല്ലേ, സീഡാക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായ സീഡാക്ക് വികസിപ്പിച്ചതാണ് പരം എന്ന് പറയുന്നത്. ഈ പരം രുദ്ര IIT ബോംബെയിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പരം ശക്തി ഉണ്ട് IIT മദ്രാസ്. അതായത് പരം സീരീസിലുള്ള പുതിയ കമ്പ്യൂട്ടറുകൾ പെട്ടതാണ്. പരം രുദ്ര IIT ബോംബെയിലാണുള്ളത്. പരം ശക്തി IIT മദ്രാസിലും. ഓക്കെ അല്ലേ? നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000 ആണ്. പരം 8000 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ കുറേയധികം വിവരങ്ങൾ പഠിച്ചു. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും, അതിൽ കുറേയധികം വിവരങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മുൻപ് കേട്ടിട്ടില്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.